നമസ്കാരം, കണ്ണൂരാണ് ഉള്ളത്. ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രെയിൻ യാത്ര പോവുകയാണ്. കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂരേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും വൈകുന്നേരം 5:30 ചെറുവത്തൂരിലേക്ക് പുറപ്പെടുന്ന പാസഞ്ചറിലാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത്. ഈ ഒരു ട്രെയിൻ നിങ്ങൾക്ക് പലർക്കും അറിയണമെന്നില്ല കേട്ടോ. അപ്പോൾ ഈ 5:30 കണ്ണൂരിൽ നിന്ന് ഈ പുറപ്പെടുന്ന ട്രെയിൻ ഒരുപാട് ട്രെയിനുകളായിട്ട് റേക്ക് ഷെയറിംഗ് പോകുന്നുണ്ട്. നിലവിൽ ഉച്ചയ്ക്ക് 2:05 കോഴിക്കോട് നിന്ന് കണ്ണൂരേക്ക് ഒരു പാസഞ്ചറായിട്ട് ഒരു വണ്ടി വരുന്നുണ്ട്. അത് ഏകദേശം ഇവിടെ ഒരു 4:45 കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും. ആ ട്രെയിൻ തന്നെയാണ് ഇവിടുന്ന് കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറായിട്ട് 5:30 പോകുന്നത്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ അത് കോഴിക്കോട് നിന്ന് വിട്ട് ഇവിടെ കണ്ണൂർ സൗത്തിന് എത്താനായ ട്രെയിൻ. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല, നേരെ ടിക്കറ്റ് എടുക്കാം, നേരെ കയറാം. കണ്ണൂർ ഇപ്പോൾ 4:40. അപ്പോൾ ഒരുപാട് ട്രെയിനൊക്കെ ഇവിടുന്ന് ഈ സമയത്ത് ഉണ്ടല്ലോ, നല്ല തിരക്ക് തന്നെയാണ്. ഇനിയിപ്പം അകത്ത് കയറാം, ഇവിടെ തന്നെ ടിക്കറ്റ് എടുക്കാം. മിക്കവാറും നമ്മൾ ട്രെയിൻ വരിക 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉള്ള ഭാഗത്ത് തന്നെയാണ്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. 1, 2, 3. പിന്നെ ഇത് 1A പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ഇത് കണ്ണൂർ ഷൊർണൂർ ME ആണ്. ഇത് 5:20 ഇവിടുന്ന് പുറപ്പെടുക. അതുപോലെ തന്നെ ഇവിടെ 2-ലുള്ള ട്രെയിൻ കണ്ണൂർ SMVT ബംഗളൂരു, പണ്ട് KSR ബംഗളൂരു ഉണ്ടായ വണ്ടിയാണ്. ഇപ്പോൾ കുറച്ച് കാലത്തേക്ക് മാത്രമാണ് ഇത് ഇപ്പോൾ ടെർമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് 5:05 ഇവിടുന്ന് പുറപ്പെടുക. അതുപോലെ തന്നെ അങ്ങ് ദൂരത്തായിട്ടുള്ളൊരു MT റേക്ക് കണ്ട, അതിന്ന് എറണാകുളത്ത് നിന്ന് കണ്ണൂരേക്ക് വന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസിൻ്റേതാണ്. നാളെ ഇത് ആലപ്പുഴ എക്സിക്യൂട്ടീവായിട്ട് ഇവിടുന്ന് പോകും. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്താനായി. കണ്ണൂരിൽ നിന്ന് ചെറുവത്തൂരേക്ക് 49 കിലോമീറ്ററാണ് യാത്ര ചെയ്യാനുള്ളത്. നമ്മൾ ടിക്കറ്റ് എടുത്തു. പാസഞ്ചറിന് ഒരാൾക്ക് 15 രൂപയാണ് ആയത്. 2 പേർക്കും കൂടെ 30 രൂപയായി. 0648 കോഴിക്കോട് കണ്ണൂർ എക്സ്പ്രസ് സ്പെഷ്യൽ 1-ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ ഇതാ ഇവിടത്തേക്ക് വരികയാണ്. ഇനിയിപ്പോൾ ഇത് കണ്ണൂർ ചെറുവത്തൂർ പാസഞ്ചറായിട്ട് പോകും. കോഴിക്കോട് നിന്ന് തന്നെ ചെറുവത്തൂർ ടിക്കറ്റ് എടുത്തിട്ട് കയറിയവരും ഉണ്ടാവും. ഇവിടുന്ന് മാറി കയറേണ്ട കാര്യമൊന്നും വരുന്നില്ലല്ലോ. പാസഞ്ചർ ആയതുകൊണ്ട് തന്നെ ഏത് കോച്ചിൽ വേണമെങ്കിൽ കയറാം. ലേഡീസ് കോച്ച് ഉണ്ടെങ്കിൽ അതിൽ കയറാൻ പറ്റില്ല നമുക്ക്, ബാക്കി എവിടെയും കയറാം. ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങും എന്തായാലും. ഞങ്ങളുണ്ടല്ലോ ഈ അറ്റത്ത് വന്നിരിക്കുകയെന്ന് കരുതി. ഇവിടെ ആകുമ്പോൾ പെട്ടെന്ന് ഡോറിൻ്റെ അറ്റം ആയില്ലേ അല്ലേ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പം കുറച്ച് നേരത്തെ മുമ്പേ താമ്പരം മംഗളൂരു സെൻട്രൽ വണ്ടി പോയത് ഒരുപാട് ജനറൽ ടിക്കറ്റിൽ അതിൽ കയറി പോയിരുന്നു. പിന്നെ ഇതെല്ലായിടത്തും നിർത്തി പോകുന്ന വണ്ടിയില്ലേ. ഈ പറഞ്ഞ കുറച്ച് ആ ട്രെയിനുകളൊന്നും നിർത്താത്ത സ്ഥലത്ത് മാത്രമുള്ള യാത്രക്കാരായിരിക്കും കൂടുതൽ ഈ ട്രെയിനിൽ കയറുക. ഞങ്ങൾ ഏറ്റവും പുറകിലത്തെ കോച്ചിലാണ് കയറിയത്. അതുകൊണ്ട് തന്നെയാണ് തിരക്കില്ലാത്തതും. കാരണം ആ ടിക്കറ്റ് കൗണ്ടറിലുള്ള ഭാഗം വരുന്നത് മുൻഭാഗത്താണ്. അപ്പോൾ ബാംഗ്ലൂർ വണ്ടി ഇപ്പോൾ ഇവിടുന്ന് എടുക്കും. പുറപ്പെടേണ്ട ടൈമായി. 5:05 SMVT ബംഗളൂരു എക്സ്പ്രസ് ഇതാ കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോം നിർത്തിയിരിക്കുകയാണ്. പയ്യന്നൂർ, നീലേശ്വരം, കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകേണ്ടവർക്ക് ഈ ട്രെയിനിൽ കയറി പോവാം. സുബ്രഹ്മണ്യ റോഡ്, സകലേഷ്പൂർ വഴിയുള്ള അടിപൊളി ട്രെയിൻ റൂട്ടാണ്. അത് പോയി. ഇവിടെ 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് വന്നിട്ടുണ്ട്. നാളെ വെളുപ്പിന് തിരുവനന്തപുരം സെൻട്രലെത്തും. ഈ വണ്ടീനെ പറയുന്നത് ഞങ്ങൾ പോലും ഇപ്പോൾ പറയുന്നത് കണ്ണൂർ എക്സ്പ്രസ് എന്നാണ്. കാരണം അതിൻ്റെ പേര് അങ്ങനെയാണ്. എല്ലാവർക്കും കൂടുതലായിട്ട് ഇത് ട്രിവാൻഡ്രം മാംഗ്ലൂർ എക്സ്പ്രസ് ഒന്നും പറയില്ല. ഇത് നമ്മുടെ കണ്ണൂർ എക്സ്പ്രസ് അല്ലേ എന്നാ പറയുക. കണ്ണൂരിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് ഇത് ആദ്യം സർവീസ് ഉണ്ടായത്. പിന്നീടാണ് കണ്ണൂരിൽ നിന്ന് മംഗലാപുരത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത്. പെട്രോളായിരിക്കും മിക്കവാറും. ഗുജറാത്തിലെ വെരാവലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന എക്സ്പ്രസ്.
ഇവിടെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് കണ്ണൂർ യശ്വന്ത്പൂർ എക്സ്പ്രസ് കടന്നു വരികയാണ്. ആറ് 5-നാണ് ഇത് ഇവിടുന്ന് പുറപ്പെടുക. കറക്റ്റ് 5:30 തന്നെ ചെറുവത്തൂർ പാസഞ്ചർ എടുത്തിരിക്കുകയാണ്. കണ്ണൂരിനും ചെറുവത്തൂരിനിടയിൽ ഈ ട്രെയിന് 9 സ്റ്റോപ്പുകളാണുള്ളത്. പിന്നെ നമ്മുടെ ട്രെയിനിൻ്റെ തൊട്ട് പുറകെ തന്നെ തിരുവനന്തപുരം നോർത്ത് യോഗ്നഗരി ഋഷികേശ് എക്സ്പ്രസ് വരും. ട്രെയിൻ ഇപ്പോൾ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. പക്ഷേ ഇവിടെ ഒന്നും പ്ലാറ്റ്ഫോം ഇല്ല, അങ്ങ് അവിടെയാണുള്ളത്. അപ്പോൾ ആ ഭാഗത്തെ ആൾക്കാർക്ക് അവിടെയുള്ള കോച്ചുകളിൽ കയറാം. ഇവിടേക്ക് ഇങ്ങനെയാണ്. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. നമ്മൾ ഇതുപോലുള്ള പാസഞ്ചറിൽ വരുമ്പോഴാണല്ലോ ഈ ചിറക്കൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് നിർത്തിയതൊക്കെ കാണാൻ പറ്റുക. ബാക്കിയുള്ള ട്രെയിനുകൾക്കൊന്നും ഇവിടെ സ്റ്റോപ്പില്ലല്ലോ. അതുപോലെ തന്നെ 2ാം നമ്പർ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് താഴെയാണ്, താഴ്ചയിലാണ് അതുള്ളത്. വളപട്ടണത്ത് 1 മിനിറ്റാണ് സ്റ്റോപ്പ് ഉണ്ടായത്. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ വളപട്ടണം റിവറായി. കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നാണ് വളപട്ടണം. അതുപോലെ തന്നെ പറശ്ശിനിക്കടവിലൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാണുന്നൊരു നദിയില്ലേ, അത് ഈ വളപട്ടണം നദി തന്നെയാണ്. പാപ്പിനിശ്ശേരി വളപട്ടണം റിവർ കഴിഞ്ഞ ഉടനെ തന്നെ പാപ്പിനിശ്ശേരി റെയിൽവേ സ്റ്റേഷനായി. സ്റ്റേഷൻ്റെ ഇവിടെ തന്നെയാണ്. നമുക്കിതാ തൊട്ടടുത്തേക്കൂടെ റോഡും പോകുന്നുണ്ട്. എല്ലായിടത്തും ഓരോരോ മിനിറ്റാണ് സ്റ്റോപ്പ്. ഇനി അടുത്തത് കണ്ണപുരം. കണ്ണൂരിൽ നിന്ന് പയ്യന്നൂർ ഭാഗത്തേക്ക് പോകാൻ നാഷണൽ ഹൈവേനെക്കാട്ടി നല്ല റോഡ് ഇതാണ്. വളപട്ടണം നദി കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു റോഡ് വരും. ഇത് നേരെ എത്തുക പിലാത്തറ ഭാഗത്താണ്. തളിപ്പറമ്പൊക്കെ സ്കിപ്പാവും. ഇതുവഴി പോയാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതാണ് കുറച്ചുകൂടെ നല്ല റോഡ്. കണ്ണപുരം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കൊക്കെ പോകേണ്ടവർക്ക് ഇവിടെ ഇറങ്ങാം. പഴയങ്ങാടിയെ പറ്റി പറയുമ്പോൾ ഇവിടുന്ന് തൊട്ടടുത്താണ് ചൂട്ടാട് ബീച്ച്. അതുപോലെ തന്നെ ഇവിടുന്ന് 3 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാടായി കാവിലെത്താം. അപ്പോൾ ഇവിടത്തേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാവുന്നതാണ്. ഈ ട്രെയിനിൻ്റെ പകുതി ആൾക്കാർ ഇവിടെ പഴയങ്ങാടി ഇറങ്ങി, ബാക്കിയുള്ള ആൾക്കാർ പയ്യന്നൂർ ഇറങ്ങും. പയ്യന്നൂർ കഴിഞ്ഞാൽ പിന്നെ വണ്ടിയിൽ ആരും തന്നെ ഉണ്ടാവില്ല.
ഇനി അടുത്ത സ്റ്റോപ്പ് ഉള്ളത് ഏഴിമല. സൂര്യാസ്തമയായി. നല്ല ഭംഗിയാണ് ഇതൊക്കെ കാണാൻ. മുഴുവനും തെങ്ങാണ്. മഴക്കാലത്ത് ഇവിടുത്തെ കാഴ്ച നിങ്ങളൊന്ന് കാണേണ്ട തന്നെയാണ്. പച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയും ബ്യൂട്ടിയാണ് ഈ ഭാഗം. ഇവിടെ ഒരു JCB ഒക്കെ ഉണ്ട്. തൊട്ട് പുറകിലതാ മലനിരകൾ. സന്ധ്യ ആയല്ലോ. ഇവിടെ ക്ഷേത്രത്തിൽ ഭക്തിഗാനമൊക്കെ വെച്ചിട്ടുണ്ട്. ട്രെയിനിൽ പോകുമ്പോൾ ഇതൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. ചെറുപ്രായത്തിൽ പണ്ട് അച്ഛൻ്റെ അമ്മേൻ്റെയൊക്കെ കൂടെ പരശുരാമിന് ഇവിടെ പോകും, തിരുവനന്തപുരത്തേക്ക് പോകും. ആ സമയത്ത് കയറിയാൽ ഫസ്റ്റ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ കാണുന്നത് ഈ മലയാണ്. ഈ മല ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഏഴിമല. ആറ് 10 ഏഴിമല റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷനൊന്നും അധികം പറഞ്ഞ ട്രെയിനുകൾക്ക് അധികം സ്റ്റോപ്പില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ പാസഞ്ചർ ട്രെയിനുകൾക്ക് ഇവിടേക്ക് സ്റ്റോപ്പുള്ളൂ. ഈ ഏഴിമലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ നേവൽ അക്കാദമി, ഇന്ത്യൻ നേവൽ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയിലാണ്. അതിനും പ്രത്യേകതയുണ്ട്. ലോകത്തിലത്തെ 3ാമത്തെ വലിയ നേവൽ അക്കാദമിയാണ്. അതുപോലെ തന്നെ ഏഷ്യയിലത്തെ ഏറ്റവും വലിയ നേവൽ അക്കാദമിയാണ് ഏഴിമലയിലുള്ളത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല. ഞങ്ങൾ 2019 അവിടെ പോയത്. ഒരു സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ സമയത്ത്. ആ സമയത്ത് നമുക്കവിടെ ഫ്രീ ആയിട്ട് തന്നെ കയറാൻ വേണ്ടി പറ്റും. ഇപ്പം ഇതുവഴി ഒരു ട്രെയിൻ കടന്നു പോകും. മംഗളൂരു പുതുച്ചേരി വീക്ക്ലി എക്സ്പ്രസ് സേലം വഴി കടന്നു പോകുന്ന വണ്ടിയാണ്. അത് പയ്യന്നൂർ കഴിഞ്ഞു. അതിപ്പോൾ വരുന്നത് കാണാം. കണ്ണൂർ ജില്ലയിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ പയ്യന്നൂരിലേക്ക് ഇത് എത്തിയിരിക്കുകയാണ്. അടുത്തത് കാസർഗോഡ് ജില്ലയാണ്. തൃക്കരിപ്പൂർ സ്റ്റേഷനാണ് അടുത്തത്. 6:18 പയ്യന്നൂരിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തിരിക്കുകയാണ്. ഇനി വണ്ടിയിൽ തിരക്കേയില്ല കേട്ടോ. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങി. പുറത്തേക്കുള്ള വഴി. പുതിയ പാർക്കിംഗ് ഒക്കെ അങ്ങത് അവിടെ സെറ്റായിട്ടുണ്ട്. നല്ലോണം സ്പേസ് വന്നു ഇപ്പോൾ. അടിപൊളിയായി. എത്ര തവണ യാത്ര ചെയ്ത വഴി. സ്റ്റേഷൻ തന്നെ ഇപ്പോൾ ടൗണിലേക്ക് പോകുന്ന റോഡതാണ്. ഒരുപാട് ഓർമ്മകൾ. കാസർഗോഡ് ജില്ലയിലേക്ക് കയറിയിരിക്കുകയാണ്. തൃക്കരിപ്പൂര്. ഇതുവഴി ഒരു ട്രെയിൻ കടന്നു വരുന്നുണ്ട്. MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. തൃക്കരിപ്പൂരിൽ നിന്ന് വണ്ടി എടുത്തു. അടുത്തതിന് ചന്തേര സ്റ്റേഷനാണ്.
ഈ കോച്ചിൻ്റെ അകത്ത് ഇപ്പം ഞാനും നവീൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ ഇല്ല. നല്ല ഇരുട്ട് വന്നു, 6:30. ചന്ദേര സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. കുറച്ചും കൂടെ പോട്ടെ. ഈ നെയിം ബോർഡിൻ്റെ കറക്റ്റ് ഇവിടെ തന്നെ ആയാൽ ഉത്തമം. അടിപൊളി. ചന്ദേര. പക്ഷെ എന്താ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വണ്ടി നിർത്തി. ഇതൊരു ഹോൾട്ട് സ്റ്റേഷനാണ്. കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങാനൊക്കെ ഉണ്ട്. 1 മിനിറ്റാണ് ഇവിടെ സ്റ്റോപ്പ്. ഞങ്ങൾ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ചന്ദേര വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ടുണ്ടായിരുന്നു. അടിപൊളിയാണ്. അവിടെ നല്ല നെൽവയലാണ്, നല്ല പച്ചപ്പാണ്. മഴക്കാലത്ത് തന്നെ നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ വരണം. അടുത്തതാണ് ഇനി ചെറുവത്തൂർ അവസാന സ്റ്റേഷൻ ഈ ട്രെയിനിൻ്റെ. കണ്ണൂരിൽ നിന്നും 49 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ ചെറുവത്തൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6:38. 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണിത്. നമ്മൾ വന്ന ഈ ട്രെയിനിൻ്റെ റേറ്റ് ഷെയറിങ്ങിനെ പറ്റി പറയാം. അപ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ നമ്പർ വരുന്നത് 06469 അപ്പോൾ കോഴിക്കോടേക്ക് കണ്ണൂർ വരുമ്പോൾ ഈ വണ്ടീൻ്റെ റേറ്റ് ഷെയറിങ് നമ്പർ വരുമ്പോൾ വേറെ ട്രെയിനാണല്ലോ, അതിൻ്റെത് 06481. പിന്നെ മംഗളൂരിൽ നിന്ന് കോഴിക്കോടേക്ക്, പിന്നെ ചെറുവത്തൂരിൽ നിന്ന് മംഗളൂരു സെൻട്രലിലേക്ക്. ഇതൊക്കെ 1 വേ മാത്രമേ ഉള്ളൂ, അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ വണ്ടി നാളെ രാവിലെയാണ് ഇവിടുന്ന് നേരെ മംഗലാപുരത്തേക്ക് പോവുക, തിരിച്ച് കണ്ണൂരേക്കില്ല. നമ്മളിപ്പോൾ കയറിയ വണ്ടിയുടെ റേക്ക് ഷെയറിംഗ് കണ്ടില്ലേ, 4 1 വേ വണ്ടികൾ പോകുന്നു പറഞ്ഞില്ലേ. അപ്പോൾ ആ വണ്ടികൾ ഓരോ പുറപ്പെടുന്ന സമയം പറയുകയാണെങ്കിൽ കോഴിക്കോട് നിന്ന് ഉച്ച കഴിഞ്ഞ് 2:05 കോഴിക്കോട് കണ്ണൂർ വണ്ടി പുറപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ കയറിയ വണ്ടി കണ്ണൂരിൽ നിന്ന് 5:30 പുറപ്പെട്ടു ചെറുവത്തൂരിലേക്ക്. ഇനി നാളെ രാവിലെ 6:10 ചെറുവത്തൂരിൽ നിന്ന് മംഗളൂരു സെൻട്രലിലേക്കായിട്ട് ഈ ട്രെയിൻ പുറപ്പെടും. അതുപോലെ തന്നെ മംഗളൂരു സെൻറ്ററിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്നത് രാവിലെ 5:15 അവിടുന്ന് പുറപ്പെടുന്നത്. ഇനിയിപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് നേരം നിൽക്കുകയാണ്. അതായത് 5 മിനിറ്റ് ഒന്നും വേണ്ട കേട്ടോ, കാരണം ഒരു വണ്ടി ഇപ്പോൾ ഇതുവഴി കടന്നു പോകും. തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് യോഗ് നഗരി ഋഷികേശിലേക്ക് പോകുന്ന എക്സ്പ്രസ് ഉത്തരാഖണ്ഡിലേക്ക് പോകാൻ പറ്റിയ അടിപൊളി ട്രെയിനാണ്. അതായത് ഈ ട്രെയിനിൻ്റെ തൊട്ട് പുറകെ തന്നെ അത് ഉണ്ടായിരുന്നു. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. നമ്മൾ ഈ വണ്ടിക്ക് തന്നെ ഈ പറഞ്ഞ യോഗ്നഗിരി ഋഷികേശ് വണ്ടിക്ക് തന്നെ കയറിയിട്ട് എന്താ പറയുക എൻഡ് ടു എൻഡ് ജേണിയൊക്കെ ചെയ്തിട്ടുണ്ട് 2 തവണ. അപ്പം ഇന്ന് വെള്ളിയാഴ്ച കയറി കഴിഞ്ഞാൽ മറ്റന്നാൾ ഞായറാഴ്ച ഉച്ചയോടുകൂടി നിങ്ങൾക്ക് ഹരിദ്വാർ അതുപോലെ തന്നെ ഋഷികേശ് എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ ഉത്തരാഖണ്ഡിലേക്ക് പോകാൻ പറ്റിയ കേരളത്തിൽ നിന്ന് ഒരേ ഒരു ട്രെയിനാണ്. ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിപ്പോൾ ഇതുവഴി കടന്നു വരും. ചെറുവത്തൂരിലാകെ 3 പ്ലാറ്റ്ഫോമാണുള്ളത്. അതിൽ 3-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് ട്രെയിൻ വന്നത്. വളരെയധികം പഴക്കം ചെന്നൊരു സർവീസാണിത്. അപ്പോൾ ഇവിടുന്ന് പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതായിട്ടുള്ള ആകെ ഉള്ളൊരു ട്രെയിൻ ഇതാണ്. ഇതുപോലത്തെ ഒരു അൺറേറ്റഡ് ആയിട്ടുള്ള സ്റ്റേഷൻ കേരളത്തിൽ വേറെ എവിടെ ഇല്ല. വണ്ടി നിർത്തിയ സ്ഥലം കണ്ട നമുക്ക് വേണമെങ്കിൽ ട്രെയിനിൻ്റെ ഇതുവഴി തന്നെ ഇപ്പുറത്തേക്ക് ഭാഗത്തേക്ക് പോകാം. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ടാകുമ്പോൾ അതുവഴി കടന്നു പോകുന്നത് തന്നെയാണല്ലോ നല്ലത്. ഞങ്ങളിനിപ്പോൾ നേരെ ഇതുവഴി ചെറുവത്തൂർ ടൗൺ ഭാഗത്തേക്ക് പോവുകയാണ്. നേരെ ഇതുവഴി തന്നെ റോഡുണ്ട്, അവിടെ നേരെ വന്നാൽ ഇവിടെ വണ്ടി വെക്കാം. ഞങ്ങൾ അന്ന് ഇവിടത്തേക്ക് വന്നപ്പോൾ ഇവിടെ വണ്ടി വെച്ചിട്ട് നേരെ ഇങ്ങനെ കയറിപ്പോയതാണ്. നേരെ തന്നെ വാതിലുണ്ട്, അതുവഴി കയറിയിട്ട് പോവാം. ഇവിടെ വണ്ടിയൊക്കെ വെക്കാൻ നല്ല സ്ഥലമുണ്ട്. റെയിൽവേ സ്റ്റേഷൻ എന്നുള്ള റോഡ് നേരെ വരുന്നത് നാഷണൽ ഹൈവേയിലേക്കാണ്. ഇപ്പോൾ ഇവിടെ ബ്ലോക്ക് ആയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് 450 മീറ്ററും കൂടി ഉണ്ട് ആ ബസ് സ്റ്റാൻഡ് ഭാഗത്തേക്ക്. ഇത് ഈ കാണുന്ന വഴി തന്നെയാണ് പോകാനുള്ളത്. ഹൈവേയിൽ നല്ല ബ്ലോക്കാണ്. ഇതാ ചെറുവത്തൂർ ടൗണിൽ ഇത് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ തന്നെയാണ് ബസ് സ്റ്റാൻഡ് ഉള്ളത്. നീലേശ്വരം ബസ് നോക്കി കയറണം. ഒരു 10 മിനിറ്റ് യാത്രയുണ്ടാവും.
ചെറുവത്തൂരിൽ നിന്ന് നീലേശ്വരത്തേക്ക് വന്ന ബസ് ഇതാണ്. ഒരാൾക്ക് 18 രൂപയാണ് ബസ് ചാർജ് ആയത്. അതിന് നേരെ കാഞ്ഞങ്ങാട്. ഇതിപ്പോൾ ഇവിടുത്തെ താൽക്കാലിക ബസ് സ്റ്റാൻഡാണ്. പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ പണിയൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുക. സമയം രാത്രി 9 മണിയായേ. നീലേശ്വരത്ത് നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്ന ട്രെയിൻ ചെറുവത്തൂരിൽ നിന്ന് മംഗലാപുരത്തേക്കുള്ള യാത്രയാണ്. അതായത് അതേ ട്രെയിൻ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ വെളുപ്പിന് ഇവിടുന്ന് ഉറങ്ങെഴുന്നേറ്റ് ഞങ്ങൾ അവിടെ പോകും. ആ ഒരു വീഡിയോ കവർ ചെയ്യാൻ വേണ്ടി. അതായത് റേക്ഷേറിന്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. ഇപ്പൊ ചെറുത്തൂർ മംഗലാരം വണ്ടി അവിടെ 6:10 ചെറുത്തൂരിൽ നിന്ന് എടുക്കുന്നത്. അപ്പൊ മംഗലാരം വരെയുള്ള കാഴ്ചകളാണ് അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്താ പറയാ, ഇപ്പോൾ 1 മണിക്കൂർ യാത്രയുണ്ട്. ഞങ്ങൾ വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്. ചെറുത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് വേണ്ടിയിട്ടാണ് പ്ലാൻ ഉള്ളത്. അപ്പൊ എന്താ പറയാ, ഈ ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒരു ബൈ.